പയ്യാവൂർ ബസ് സ്റ്റാൻഡിലെ ആശംസാ ഫലകങ്ങൾ നീക്കുന്നതിൽ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ഹൈക്കോടതി. ഏത് തീരുമാനത്തെയും നടപ്പിലാക്കാൻ ഒരുക്കമാണെന്നും എന്നാൽ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നിരവധിയായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെയും ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും ആഹ്വാനപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ സൗന്ദര്യവൽക്കരിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി 2 വർഷങ്ങൾക്ക് മുമ്പ് പയ്യാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ വശങ്ങളിലൂടെയുള്ള ജലനിർഗമന ചാലുകൾ സ്ലാബിട്ട് ടൈൽ ചെയ്ത് കൈവരികൾ പിടിപ്പിച്ചു. ഈ കൈവരികളിൽ പൂച്ചട്ടി വച്ചു പിടിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം മുന്നോട്ട് വന്നു. അത് ബോർഡിൽ ആ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സ്വമേധയാ ആ കാര്യം ഏറ്റെടുത്ത് നടത്തുവാനുള്ള അനുമതി കൊടുത്തു. സ്വാഭാവികമായിട്ടും ഒരു കച്ചവട സ്ഥാപനം അവരുടെ സ്പോൺസർഷിപ്പ് ജനങ്ങളെ അറിയിക്കാൻ ആവശ്യമായ കാര്യങ്ങളും ചെയ്യും. അതും ബോർഡിൽ ചർച്ചയായി. പക്ഷെ ബോർഡിന്റെ തീരുമാനം എഴുതുമ്പോൾ ആ കാര്യം എഴുതാൻ എങ്ങനെയോ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അന്ന് ചർച്ച ചെയ്ത ആ കാര്യങ്ങളുടെ തീരുമാനവും രേഖപ്പെടുത്തുമായിരുന്നു. അത് വളരെ എല്ലാവരും യോജിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂച്ചട്ടി വെക്കാൻ ഈ വ്യക്തിയെ അനുവദിക്കും. എന്നാൽ അതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന ദിവസം കുറച്ച് പഞ്ചായത്ത് അംഗങ്ങൾ നിർഭാഗ്യവശാൽ ഒരു പരാതി, ഇത് പരസ്യ ബോർഡുകളാണ്, ഇത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് സെക്രട്ടറിയെ സമീപിച്ചു. പരാതി എഴുതി കൊടുത്ത് പിറ്റേ ദിവസം തന്നെ സെക്രട്ടറി നോട്ടീസ് നൽകി. ആ നോട്ടീസ് തികച്ചും അപക്വമായി, ആ നോട്ടീസ് തികച്ചും ക്രമവിരുദ്ധമായി. ഇങ്ങനെയല്ല നോട്ടീസ് കൊടുക്കേണ്ടതെന്ന് സെക്രട്ടറി ഇൻചാർജിനോട് ഞാൻ പറഞ്ഞു. ഇതൊരു കയ്യേറ്റമാണെന്ന് കരുതട്ടെ. അതാണെങ്കിൽ പോലും മാന്യമായി മിനിമം 15 ദിവസത്തെ വാണിംഗ് നോട്ടീസ് നൽകിയിരിക്കണം. അതാണ് പഞ്ചായത്ത് രാജ് ആക്ടിലെ നിയമം. അതൊന്നും പാലിക്കാതെ വളരെ വേഗത്തിൽ പൊളിച്ചു നീക്കണം എന്നുള്ളൊരു നിലപാടെടുത്തു. എനിക്ക് അതിശയമാണ് തോന്നിയത്. ആ സ്വകാര്യ വ്യക്തി എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ നീക്കുക, ഞാൻ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളോട് അഭിപ്രായം എടുത്തു. ഇപ്പം ഞാൻ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന മീഡിയ തന്നെ ഇവിടുത്തെ വിഭാഗങ്ങളുടെ അഭിപ്രായം എടുത്തു. 5ഓ 6ഓ വിഭാഗം ജനങ്ങളെ എടുത്തപ്പോൾ അതിലൊരാൾ മാത്രമാണ് അത് വെച്ചത് മോശമായിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാകെ ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്. അതൊരു പരസ്യ പ്രചരിപ്പിക്കാനുള്ളൊരു കാര്യമല്ല. അത് ബസ് സ്റ്റാൻഡ് സൗന്ദര്യവൽക്കരണം ആശംസകളോടെ എന്ന് പറഞ്ഞാണ് ആർക്കും ശല്യമില്ലാതെ ആ ഫ്രെയിമിനുള്ളിൽ ബോർഡ് വെച്ചത്. പരാതിയിൽ പറയുന്നത് നാട്ടുപുറത്തെ മുഴുവൻ ഹോർഡിങ്സുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടെന്നാണ്. ഉണ്ട്, നീക്കം ചെയ്യുകയും വേണം. എന്തുകൊണ്ട്? പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധ മാറിപ്പോവാനും അതല്ലെങ്കിൽ കാഴ്ച തടയപ്പെടാനും ഇടയുള്ള സാഹചര്യത്തിൽ അത്തരം പരസ്യ ബോർഡുകളെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആ വിഭാഗത്തിൽ, ആ ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യമല്ല. ഇത് ആശംസാ ഫലകങ്ങളാണ്. അത് ചെയ്തു തെറ്റായിപ്പോയി. ഇതാണ് പ്രശ്നം. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പൊളിച്ചു നീക്കാൻ പറ്റില്ല. 10 ദിവസം സമയം തന്നിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് വിശദീകരണം ചോദിക്കാൻ കോടതി പോകുന്നു. ആ സമയത്ത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കേസുകൾ നടത്താൻ വേണ്ടി ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹത്തെ കേൾക്കും. നമ്മുടെ നയം അവിടെ വ്യക്തമാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.